ചന്ദ്രബോസ് വധക്കേസ് വിചാരണ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതി നിസാമിന്റെ ഹർജിയെ എതിർക്കാൻ സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹാജരായില്ല. അഭിഭാഷകന്റെ അസാന്നിധ്യത്തെ കോടതി ചോദ്യം ചെയ്തു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. കേരളത്തിൽ നീതിയുക്തമായ വിചാരണ സാധ്യമാകില്ലെന്നാരോപിച്ചാണ് ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാം കേസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റാൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. നിസാമിന്റെ ജാമ്യാപേക്ഷ എതിർക്കാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിനെ നിയോഗിച്ചിരുന്ന സംസ്ഥാന സർക്കാർ പക്ഷേ ഇന്ന് കോടതിയിൽ നിലപാടറിയിച്ചില്ല. ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ എവിടെയെന്ന് ആരാഞ്ഞു. അഭിഭാഷകന്റെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഹർജിയുടെ പകർപ്പ് അടിയന്തരമായി സർക്കാരിന് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചത്. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്ന് നിസാമിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കസ്റ്റഡിയിൽ നിസാമിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. നിസാമിന് എന്താണ് ജോലിയെന്ന കോടതിയുടെ ചോദ്യത്തിന് ബീഡി ഉണ്ടാക്കലെന്നായിരുന്നു അഭിഭാഷകന്റെ മറുപടി. കൂടുതൽ വാദങ്ങളിലേക്ക് കിടക്കാൻ തയ്യാറാകാതെയാണ് കോടതി തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റിയത്. റിപ്പോർട്ടർ, ദില്ലി.